ഹലോ ഫ്രണ്ട്സ്, സർവർ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും ചോദിക്കാറുണ്ട് ലാഡർ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമോ എന്നുള്ളത്. ലാഡർ ഉപയോഗിച്ച് വരച്ച ഒരു FMBയുടെ ലാഡർ വളരെ ഈസി ആയിട്ട് CAD ഡ്രോയിങ്ങിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്ന വിഷയമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ ഒരു ഡ്രോയിങ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ലാഡർ ഇവിടെ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് വരച്ചൊരു സ്കെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടാസ്കിൽ പോയി യൂട്ടിലിറ്റീസ് എടുക്കുക. യൂട്ടിലിറ്റീസ് എടുത്തതിന് ശേഷം നമ്മുടെ റിപ്പോർട്ടിൽ പോവുക. റിപ്പോർട്ടിനകത്ത് നമുക്കിവിടെ കാണാം ഒരുപാട് റിപ്പോർട്ട്സ്. നമ്മൾ നിലവിൽ വരച്ചിരിക്കുന്ന സ്കെച്ചിൻ്റെ പല രീതിയിലുള്ള റിപ്പോർട്ട്സ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ ആഡ് ആൻഡ് റിമൂവിലേക്ക് പോവുക. സ്റ്റാറ്റിറ്റിക്സ് എന്ന് മീൻസ് നമ്മൾ വരച്ചത് സ്കെച്ചിൻ്റെ അതിൻ്റെ ഒരു റിപ്പോർട്ടാണ്. പിന്നെ അത് സ്റ്റാറ്റസ് മീൻസ് ഇത് എത്ര പോയിൻറ്റ്സ് ഉണ്ട്, ലൈൻസ് എത്ര ഉണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കണ്ടിരുന്നതാണ്. പോയിൻറ്റ്സിൻ്റെ റിപ്പോർട്ട് മീൻസ് എക്സിസ്റ്റിംഗ് ഇതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സിൻ്റെ റിപ്പോർട്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള റിപ്പോർട്ട്സ് ഇതിനകത്തുണ്ട്. നമ്മൾ ആഡ് ആൻഡ് റിമൂവിലേക്ക് പോവുക. ആഡ് ആൻഡ് റിമൂവിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ്സ്, അതുപോലെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടില്ല. നമ്മൾ ഒരു ലിസ്കാഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇൻസ്റ്റാളായി വരുന്ന അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് ഫോർമാറ്റുകളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിനകത്തിൽ എന്ത് ചെയ്യുക, ലാഡർ ടേബിൾ എന്നുള്ളൊരു റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മേലോട്ടോ താഴോട്ടോ കൊണ്ടുപോകാനായിട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ താഴെ തന്നെ കീപ്പ് ചെയ്യാം. ഞാൻ അത് മേലോട്ട് കൊണ്ടുവരികയാണ്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. അത് നമ്മൾ റിപ്പോർട്ട് എടുക്കുക. റിപ്പോർട്ടിനകത്ത് കാണാൻ ഇവിടെ സ്റ്റാറ്റിക് താഴെയായിട്ട് ലാഡർ ടേബിൾ എന്നുള്ളത് നമ്മളിതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോക്കകത്ത് റെഫറൻസ് ലൈൻ പറയുന്നുണ്ട്, ഏത് ലൈൻ വെച്ചാണ് നമ്മൾ FMB പ്ലോട്ട് ചെയ്തത് ആ ലൈന് കാണിക്കാനും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് കാണിക്കാനും പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു FMBയുടെ ഔട്ട്പുട്ട് എടുത്ത് അത് AutoCAD കൊണ്ടുപോയി നമ്മളതിനെ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ അറിയാം A to B C Dയിലേക്കാണ് നമ്മുടെ റെഫറൻസ് ലൈൻസ് പോവുക. അതിന് വാല്യൂസ് അങ്ങനെയാണ് പോവുക. അതുപോലെ 1 2 3 4 അങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക, നമ്മൾ റിപ്പോർട്ട് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വരച്ചിരിക്കുന്ന ഏറ്റവും അവസാനം വരച്ച ലൈനാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മളെടുത്ത ഓഫ്സെറ്റ്. ഈ സ്കെച്ചിനകത്ത് കാണാം ഇവിടെ ഏറ്റവും അവസാനം വെച്ചത് 17 18 ആണ്. 18 17 16 15 ആണ്. അതുപോലെ ഇത് 14 13 ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ തിരിച്ച് ഇങ്ങനെ പോകുന്നു. അതുപോലെ ക്ലോക്ക് വൈസിലാണ് ഇതിൻ്റെ പോയിൻറ്റ്സ് പോയിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് 1 2 3 4 ഇങ്ങനെ പോയി അങ്ങനെയാണ് ഇത് ഈ ഒരു FMBൻ്റെ രീതി. അപ്പോൾ പല FMBക്കും പല രീതിയായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അവസാനത്തെ ലൈനാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് A to B സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാഡറിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് A to B വരിക. അപ്പോൾ നമുക്ക് A to B താഴെയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് Cക്കകത്തുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ റെഫറൻസ് ലൈനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, A to C സെലക്ട് ചെയ്യാം. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പോയിൻറ്റ്സും അത് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. 15 16 17 18. അതിനുശേഷം അത് പോയിൻറ്റ്സ് കഴിഞ്ഞു. ശേഷം നമ്മൾ റിപ്പീറ്റ് കൊടുക്കുക. വീണ്ടും കുറച്ച് പോയിൻറ്റ്സ് കൂടെ എടുക്കാം, റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റിനകത്ത് നമുക്ക് കാണാൻ ഇവിടെ Dയിൽ നിന്നാണ് Aയിലേക്ക് 11 12 13 14 വന്നിരിക്കുന്നത്. അപ്പോൾ Dയിൽ നിന്ന് Aയിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിൻറ്റ്സ് ഇവിടെ വരുന്നുണ്ടോ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ഓഫ്സെറ്റ് പോയിൻറ്റ്സ് ആയ 11 12 13 14 സെലക്ട് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് കൊടുക്കുക. റിപ്പീറ്റ് കൊടുത്ത് നമുക്ക് നോക്കാം, ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് എടുക്കാം. 8 9 10 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ Cയിൽ നിന്ന് ആണ് Dയിലേക്ക് വരുന്നത്. 8 9 10 ഇതിൻ്റെ റിപ്പോർട്ട് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ അടിക്കാം. ഇപ്പോൾ നമുക്ക് ഈ മൂന്നത്തിൻ്റെ ഞാൻ കാണിക്കുന്നത് ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കറക്റ്റ് ലാഡർ അല്ല വരുന്നത്, ഒരു ലാഡർ ഷേപ്പിലുള്ള ഒരു HTML ഫയലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആ ഒരു ഔട്ട്പുട്ടിന് ഡൗൺലോഡ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ഫോൾഡർ കാണിച്ചു കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പിനകത്ത് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഡൗൺലോഡ്സിലാണ്, ബ്രൗസ് ചെയ്യുക. ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിനകത്ത് ഒരു പേര് കൊടുക്കുക, ലാഡർ ഔട്ട്പുട്ട് കൊടുക്കാം. ലാഡർ ഔട്ട്പുട്ട് അത് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ മാത്രമേ സേവ് ചെയ്യാൻ കഴിയുള്ളൂ. സേവ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിടുക, ഓക്കെ അടിക്കുക.
HTML ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ സെലക്ട് ചെയ്തതുപോലെ തന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക്, അതുപോലെ ഡിയിൽ നിന്ന് എയിലേക്ക്, എയിൽ നിന്ന് സിയിലേക്ക് 8, 9, 10 ഓഫ്സെറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്യുക, ശേഷം കോപ്പി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, എക്സൽ ഓപ്പൺ ചെയ്യാം. എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് പേസ്റ്റ് സ്പെഷ്യലാണ് എടുക്കേണ്ടത്, പേസ്റ്റ് അല്ല, പേസ്റ്റ് സ്പെഷ്യൽ. അതെടുത്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ കിട്ടും. ഇതിന് നമ്മൾ ആവശ്യമില്ലാത്ത ഡയഗ്രാം വേണ്ട, അതുപോലെ റിപ്പീറ്റായി വരുന്ന എ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇവിടെ നമുക്കതുപോലെ തന്നെ ഇത് ആവശ്യമില്ല, ഡി ആവശ്യമില്ല, റിപ്പീറ്റായി വരുന്ന ഡി ആവശ്യമില്ല, ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സി ടു ഡി, ഡി ടു എ, എ ടു സി. അതിനുശേഷം നമുക്ക് ഇതിനെ കുറച്ച് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ വിളിച്ചിട്ട് നമുക്കതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഓഫ്സെറ്റിൻ്റെ കളേഴ്സ് നമുക്ക് റെഡ് ആക്കണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതും സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് മാത്രം നമുക്ക് റെഡാക്കി മാറ്റാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ 70.9 എന്ന നമ്മൾ ആഡിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് 3 സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസ്, അതായത് റൈറ്റ് അടിച്ചതിന് ശേഷം ഫോർമാറ്റ് സെൽസ് എടുക്കുക. ഫോർമാറ്റ് സെൽസിനകത്ത് നമുക്ക് അതിൻ്റെ നമ്പർ സെലക്ട് ചെയ്യുക. നമ്പർ നമുക്ക് 1 പോയതിനു ശേഷം ഒരു ഡെസിമൽ മതി. ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച ശേഷം നമ്മളിതിനെ സേവ് ചെയ്യാം. സേവ് ആസ് സാധാരണ ഒരു വേർഡ് എക്സൽ ഫയലായിട്ട് ഡെസ്ക്ടോപ്പിനകത്ത് ലാഡർ എന്ന പേര് കൊടുക്കാം. ലാഡർ. ഓക്കെ, അതിന് സേവ് ചെയ്യാം. ഇത്ര ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനുള്ളത്. എന്നിട്ട് ഇത് മിനിമൈസ് ചെയ്തിടാം. ഓക്കെ, ഇനി നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഏതൊരു ഏത് ഔട്ട്പുട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഔട്ട്പുട്ട് രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എടുത്ത, അല്ലെങ്കിൽ നമ്മൾ ഏതിനകത്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരുന്നത്, ആ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. ശേഷം നമ്മൾ ടേബിൾ എന്നുള്ളൊരു ഇത് എടുക്കുക. ടേബിൾ ഹോമിനകത്ത് ടേബിൾ എടുത്ത് കഴിഞ്ഞൊരു വിൻഡോ വരും. ഈ വിൻഡോക്കകത്ത് ടേബിൾ സ്റ്റൈൽ പറയുന്നുണ്ട്. സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. അത് നമ്മൾ ഇതിനകത്ത് പോയി മോഡിഫൈ ചെയ്യാം. മോഡിഫൈക്കകത്ത് പ്രത്യേകിച്ച് ഉള്ളത് കാര്യങ്ങൾ, ജനറലിനകത്ത് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ കാണിക്കാം. അത് മിഡിൽ സെൻറ്റർ ആക്കി കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഫിൽ കളറൊന്നും വേണ്ട. ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് കൊടുക്കാം. അതുപോലെ അതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി ടൈംസ് നോർമലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റൈലും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ബോർഡർ നമുക്ക് ആവശ്യമില്ല. പിന്നെ ലൈൻ വെയിറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഓക്കെ, ലൈൻ ടൈപ്പ് നമുക്ക് ലൈൻ ടൈപ്പ് സാധാരണ നമ്മൾ സ്ട്രേറ്റ് ലൈൻ, കണ്ടിന്യൂസ് ലൈൻ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഓക്കെ അടിക്കുക. ശേഷം സെറ്റ് കറണ്ട് കൊടുക്കുക, ക്ലോസ്. പിന്നീട് ഇൻസേർട്ട് ഓപ്ഷൻസ് ആണ്. നമ്മൾ എക്സലിനകത്തുള്ള വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യേണ്ട രീതിയാണ് ചെയ്യുന്നത്. ഫ്രം ഡാറ്റ ലിങ്ക് ആണ് ഉപയോഗിക്കേണ്ടത്. ഫ്രം ഡാറ്റ ലിങ്ക്. ഓക്കെ, അതിനുശേഷം നോ ഡാറ്റ ലിങ്ക് ഫൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്തുള്ളൊരു ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ലോഞ്ച് ചെയ്യാൻ. അപ്പോൾ ഒരു പുതിയ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഡാറ്റ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ എക്സൽ ഡാറ്റ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു പേര് കൊടുക്കുക, ലാഡർ. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് ഇതിനകത്ത് പിന്നീട് പറയുന്നത് ആ ഒരു ഫയലിൽ ലൊക്കേഷൻ കാണിക്കാനാണ് പറഞ്ഞത്. ബ്രൗസ് ഫോർ എ ഫയൽ. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫയൽ ലാഡർ എന്നുള്ളൊരു ഫോൾഡർ സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഓപ്ഷൻസ് പറയുന്നുണ്ട്. ലിങ്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് 1, ഷീറ്റ് 2 എന്ന് പറയുന്നുണ്ട്. അതായത് എക്സലിനകത്ത് നമ്മൾ പ്രിൻറ്റിൻ്റെ പ്രിവ്യൂ എടുക്കുമ്പോൾ ഒരു ഷീറ്റ് 1 എൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ലാഡർ, ഫുള്ളായിട്ടുള്ള ഷീറ്റിലെ ലൈൻസ് മൊത്തം കാണിക്കണം ചോദിക്കുന്നത്. അപ്പോൾ അത് ലിങ്ക് ഓപ്ഷൻസിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ലിങ്ക് ടു റേഞ്ച് ആണ്. ലിങ്ക് ടു റേഞ്ച്. ഓക്കെ, നമുക്ക് ഒരു കറക്റ്റായിട്ട് ഒന്ന് അല്ലെങ്കിൽ ഒന്നിലധികം പേപ്പേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് ലിങ്ക് ടു റേഞ്ച് ആണ്. ലിങ്ക് ടു റേഞ്ച് മീൻസ് A1 to M9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ടു റേഞ്ചിനകത്ത് നമ്മുടെ A1 എന്നുള്ളത് ഈ ഒരു പോയിൻറ്റും, അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ ഏറ്റവും അവസാനം വരുന്ന E15 ആണ് അല്ലേ. A1ഉം E15ഉം. അപ്പോൾ നമ്മൾ ഇവിടെ അത് അടിച്ചു കൊടുക്കുക. A1 E15 പ്രിവ്യൂസ് നോക്കുക. ശേഷം ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് വീണ്ടും ഓക്കെ അടിക്കുക.
അതിനുശേഷം വീണ്ടും ഓക്കെ അടിക്കുക. ഇവിടെ ഒന്നും ചെയ്യാനില്ല, വീണ്ടും ഓക്കെ അടിക്കുക. നമ്മുടെ ആ ഇതിനകത്ത് കൊണ്ടുവെക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഇതിനകത്ത് ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എഡിറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും. കോളംസിൻ്റെയൊക്കെ ഹൈറ്റും വിഡ്ത്തും മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ മൊത്തം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യേണ്ട രീതി ഇങ്ങനെ അല്ല സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ പോയിട്ട് ഈ ബട്ടൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം സെൽ ലോക്കിങ് ഇവിടെ പോയിട്ട് അൺലോക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻസിനകത്ത് ലോക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോക്കിങ് അൺലോക്ക്ഡ്. ഓക്കെ, അൺലോക്ക്ഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും റൈറ്റ് അടിച്ച ശേഷം റിമൂവ് ഓൾ പ്രോപ്പർട്ടി ഓവർ റൈഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്ത ആ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റിൻ്റെ ഹൈറ്റും ഒക്കെ അവിടെ കൊടുത്തിരുന്നു. അത് ഇവിടെ എത്തിയിട്ടുണ്ട്. പരിശോധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് അതുപോലെ ടെക്സ്റ്റ് സ്റ്റൈല് ഒക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബോക്സിന് എല്ലാത്തിനും നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിലെ ലൈൻ ഓഫ്സെറ്റ് എന്നുള്ള കോളത്തിനകത്ത് 5 mm അതുപോലെ 15 mm 20 mm വീണ്ടും 50 mm 5 mm അങ്ങനെ ആ റേഞ്ചാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൽ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായി ഇവിടെ സെലക്ട് ചെയ്തു. ശേഷം പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിനകത്ത് ഇതിൻ്റെ ഹൈറ്റ് നമുക്കറിയാം 5 mm ആണ്. 5 അടിച്ചെടുക്കുക. എൻ്റർ. ഓക്കെ, 5 mm ആയി. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കോളത്തിൻ്റെ വിഡ്ത്ത് നമുക്ക് 5 ആക്കി മാറ്റണം. 5 എൻ്റർ. ഇതും അതുപോലെ തന്നെ 5 ആക്കി മാറ്റുക. 5. അതിനുശേഷം ഇത് 15 mm ആണ്. 15. ഇതും 15. അതിനുശേഷം ഇത് 20 mm 2 cm ആണ്. 20 mm. അതിനുശേഷം ക്ലോസ് ചെയ്യാം. ഇതിനകത്ത് വാല്യൂസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഡബിൾ ക്ലിക്ക് അടിച്ചാൽ മതി, അത് എഡിറ്റ് ചെയ്യാം. നമ്മൾ ലോക്കിങ് ഓഫ് ആക്കിയത് കൊണ്ടാണ് അത് അവൈലബിൾ ആയത്. ലോക്കിങ് ഓൺ ആണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ എക്സ്പ്ലോർ ചെയ്യുക. 2 ടൈംസ് എക്സ്പ്ലോർ ചെയ്യുക. സെലക്ട് ചെയ്യുക, എക്സ് എൻ്റർ. വീണ്ടും സെലക്ട് ചെയ്യുക, എക്സ് എൻ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഒന്ന് പരിശോധിക്കാം. നമുക്ക് വേണ്ട രീതിയിലേക്ക് ടെക്സ്റ്റിനെ മാറ്റിയെടുക്കാനായിട്ട് ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കാം. ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 1 ആണ്. അപ്പോൾ ആ ഹൈറ്റ് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ വീണ്ടും സെലക്ട് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്തു. പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിനകത്ത് ഇവിടെ പോയിട്ട് ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് 2 ആണെങ്കിൽ 2, 1.5, 1.8 കൊടുക്കാം. ഞാൻ 1.8 ആണ് കൊടുക്കുന്നത്. 1.8 എൻ്റർ. അതുപോലെ കളർ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് അതിൻ്റെ ഹൈറ്റ് മാത്രം മാറ്റി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. മൂവ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാഡർ തയ്യാറായിട്ടുണ്ട്.